വിധത്തിൽ കമ്പോസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ബയോഗ്യാസ് ആക്കുകയോ ചെയ്യണം. കരിക്കാനായിട്ട് പഞ്ചായത്ത് ഉപദേശിക്കരുത്. നമ്മുടെ ഈ ക്യൂബ മോഡൽ ഡെവലപ്മെൻറ്റ് വളരെ കൗതുകം ഉണർത്തുന്ന ഒരു സംഗതി ആയതുകൊണ്ടാണ് ഇപ്പോൾ നമ്മളിപ്പോൾ അതായത് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ഗ്രാമപഞ്ചായത്ത്. അപ്പോൾ ഇത് എത്രത്തോളം വിജയിക്കും? നമ്മളിപ്പോൾ ഒരു പൈലറ്റ് ചെയ്യുകയാണ്. പൈലറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ 2 വർഷത്തെ അനുഭവങ്ങൾ നിങ്ങളുടെ മുമ്പിലുണ്ട്. ഇപ്പോൾ ഡിഫൻസിന് വേണ്ടി എന്ത് പറഞ്ഞാലും യഥാർത്ഥത്തിൽ ഈ ഒരു മോഡൽ എല്ലാ പഞ്ചായത്തുകളിലേക്കും വ്യാപിപ്പിക്കാൻ നല്ലതാണ് എന്നുള്ളൊരു ശുപാർശയായിരിക്കുമോ ആത്യന്തികമായി ഉണ്ടാവുക? തീർച്ചയായിട്ടും മാഡം, ഞാൻ അത് പറയാൻ കാരണമെന്ന് പറഞ്ഞാൽ ഈവൻ നമ്മുടെ പ്രൈമറി ഹെൽത്ത് സെൻ്ററിൽ 300-400 OP ആണ് ഒരു ദിവസം വരുന്ന പേഷ്യൻസ്. ഇപ്പം ഞങ്ങൾ ഈ പെരിഫറിയിൽ ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയതിന് ശേഷം അവിടുത്തെ OPയുടെ എണ്ണം കുറഞ്ഞു. 150-100 ഇടയ്ക്കായി. കാരണം എന്ന് പറഞ്ഞാൽ പെരിഫറിയിൽ അവർക്ക് കെയർ കിട്ടുന്നുണ്ട്. BP നോക്കാൻ ആളുണ്ട്, യൂറിൻ ഷുഗർ നോക്കാൻ പെരിഫറിയിൽ സബ് സെൻറ്ററിൽ സൗകര്യമുണ്ട്. നമ്മുടെ ഉദ്ദേശവും അത് തന്നെയാണ്. ഇത് മറ്റു പഞ്ചായത്തുകളിൽ വ്യാപിപ്പിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കേരളത്തിന് ഇപ്പോൾ ഉള്ളതിനേക്കാളും നല്ലൊരു അച്ചീവ്മെൻറ്റ് നേടാൻ സാധിക്കും. ക്വാളിറ്റി കെയർ തന്നെ കൊടുക്കാൻ സാധിക്കും. ഇപ്പം നമ്മുടെ പ്രൈമറി ഹെൽത്ത് സെൻ്ററിലെല്ലാം ഒരു 3-4 മണിക്കൂർ കൊണ്ട് 400 പേരെ ഒരു ഡോക്ടർ നോക്കേണ്ട അവസ്ഥയാണുള്ളത് ഇപ്പോഴത്തെ. അതൊക്കെ മാറി ഒരു പേഷ്യൻറ്റിനെ വിശദമായിട്ടൊന്ന് അവൻ്റെ ഹിസ്റ്ററിയെങ്കിലും കേൾക്കത്തക്ക രീതിയിലുള്ള ഒരു സംവിധാനം അത് വന്ന് അത് നല്ലൊരു ചികിത്സ കൊടുക്കാൻ തന്നെ നമുക്ക് സാധിക്കുന്നതുകൊണ്ട് നല്ല പോസിറ്റീവ് ഫീഡ്ബാക്കാണ് വന്നിട്ടുള്ളത്. വട്ടിയൂർക്കാവ് കോർപ്പറേഷൻ്റെ ഭാഗമാകാൻ ഇങ്ങനെ വെമ്പുകയാണ്. ആ ഒരു അവസ്ഥയിലേക്ക് നിൽക്കുന്ന ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ യുദ്ധമുണ്ടാകാൻ പോകുന്നത് കുടിവെള്ളത്തിന് വേണ്ടിയായിരിക്കും. എല്ലാ ദിവസവും നമുക്ക് പൈപ്പ് പൊട്ടലും പ്രശ്നങ്ങളുമാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് മഴവെള്ള കൊയ്ത്തിനെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? മഴവെള്ളം നമുക്ക് സംഭരിക്കാൻ വേണ്ടിയിട്ടുള്ള ഇപ്പോൾ നമ്മൾ വീടുകൾ ബിൽഡിംഗ് പെർമിറ്റ് കൊടുക്കുമ്പോൾ ആ മഴവെള്ള സംഭരണി വേണമെന്നുള്ള നിർബന്ധമായിട്ട് ബിൽഡിംഗ് റൂൾസ് ഉള്ളത് നമ്മൾ അത് വളരെ കർക്കശമായിട്ട് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അത് വീട് വയ്ക്കുമ്പോൾ അത് വേണമെന്നുള്ളത്. നമ്മുടെ വട്ടിയൂർക്കാവ് പഞ്ചായത്തിൽ ഒരു ഹൈസ്കൂൾ, ഗവൺമെൻറ് ഹൈസ്കൂൾ ഒന്നേ ഉള്ളൂ. അവിടെ മഴവെള്ള സംഭരണിയുണ്ട്. പിന്നെ ഈ മഴവെള്ളം സംഭരിക്കാൻ വേണ്ടിയിട്ടുള്ള ഈ കുളങ്ങൾ ഇത് മുഴുവൻ നിങ്ങൾ ഏതെങ്കിലും ഒരു വലിയ ഒരു പ്രത്യേകമായ ഒരു സ്ഥലത്തേക്ക് മാത്രമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു ഏതെങ്കിലും സിസ്റ്റം ഉണ്ടാക്കാനുള്ള ലാൻഡിന്റെ അവൈലബിലിറ്റി അല്ലേ? ഇപ്പൊ ഈവൻ നിങ്ങളുടെ കയ്യിൽ 12 കുളങ്ങളുണ്ടെന്ന് പറഞ്ഞു. ഈ 12 കുളങ്ങളും എല്ലാ കാലത്തും സജീവമായിട്ട് വെള്ളം നിൽക്കുന്നതാണെങ്കിൽ പോലും ഒരു നീരുറവ ഉണ്ടെങ്കിൽ അത് നിലനിൽക്കാനുള്ള ഒരു ആവശ്യം ഉണ്ടാകും. അപ്പം അത് സ്ഥായിയായിട്ട് എല്ലാ വർഷവും എല്ലാ സമയത്തും എല്ലാ ദിവസവും ഉണ്ടാകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തും. ഇതിനെ മുഴുവൻ കണക്ട് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാക്കാൻ പറ്റുന്നല്ലേ? അത് കണക്ട് ചെയ്യാം. അത് ചെയ്യാനുള്ള പരിപാടി നമുക്ക് ആലോചിച്ച് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. ഇപ്പം നിലവിലുള്ള സിസ്റ്റം അനുസരിച്ച് നമ്മൾ ഒന്നും ശല്യപ്പെടുത്താതെ ആ എൻവയോൺമെൻറ്റ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരിപാടി മാത്രം ചെയ്യും. ആരും ഇനി വയൽ നികത്താൻ പാടില്ല എന്ന് വളരെ കർക്കശമായിട്ട് നമ്മളിപ്പോൾ ചെയ്യുന്നുണ്ട്. വയൽ നികത്തുന്നത് ഞാൻ തിരുവനന്തപുരത്താണ് താമസിക്കുന്നത്. എനിക്ക് വളരെ കൃത്യമായിട്ട് നമ്മൾ പലപ്പോഴും അറിയുന്നുണ്ട്, നികത്താൻ പാടില്ല എന്ന നിയമം നിലനിൽക്കെ തന്നെ സകല പഞ്ചായത്തുകളും, ഞാൻ അടച്ചാക്ഷേപിക്കാൻ തയ്യാറാണ്, സകല പഞ്ചായത്തുകളും അവരവരുടെ സ്ഥാപിത താല്പര്യങ്ങൾക്കനുസരിച്ച് മാറിക്കൊണ്ട് നികത്താനുള്ള പെർമിറ്റ് കൊടുക്കുന്നുണ്ട് എന്ന് സത്യമായ കാര്യമാണ്. ഞാൻ കേരളത്തിൽ ജീവിക്കുന്നതാണ്. നമ്മളിവിടെ പഞ്ചായത്തിൽ നിന്ന് പിന്നെ ഒരു ബിൽഡിംഗ് പെർമിറ്റിന് വരുമ്പോൾ നിലം അവിടുത്തെ ഇന്ന സർവേ നമ്പറിലുള്ളത് നിലമാണോ കരയാണോ എന്നുള്ളത് പറയും. അത് നോക്കിയിട്ട് നമ്മൾ റിജക്റ്റ് ചെയ്താൽ അത് മേളിൽ പോയി ഒത്തിരി അത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാൻ പറയുന്നത്. നമുക്ക് നിർബന്ധമായിട്ടും നിങ്ങൾ പ്രൊട്ടക്ട് ചെയ്യണം. അപ്പോൾ കാരണം ഇതേ സ്ഥാപനം വരാൻ പോകുന്നത് അല്ലെങ്കിൽ കെട്ടിടം വരാൻ പോകുന്നത് നിങ്ങൾ ഭരിക്കുന്ന ഒരു സ്ഥലത്താണ് ഇത് വരാൻ പോകുന്നത്. അപ്പൊ നിങ്ങളുടെ പവർ എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല എന്നുള്ളത് സങ്കടത്തോടുകൂടി പറയേണ്ടി വരുന്നു മാത്രം. എങ്ങനെയുണ്ടായിരുന്നു ഇപ്പൊ നടന്ന ഈ ഡിസ്കഷൻ? നല്ല ഡിസ്കഷൻ ആയിരുന്നു. എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും തുറന്ന് സംസാരിക്കാനുള്ള ഒരു വേദിയായിരുന്നു. വളരെ പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നുള്ളതും അറിയാനുള്ള ഇത് തെറ്റ് എന്ത്, അത് എങ്ങനെ നല്ല രീതിയിൽ നടപ്പിലാക്കാമെന്നുള്ള നിർദ്ദേശങ്ങൾ ഉൾപ്പെടെ വന്നിട്ടുണ്ട്. അത് വളരെ സ്വാഗതാർഹം ചെയ്യുകയാണ്. ഞങ്ങളുടെ പഞ്ചായത്ത് ചെയർമാൻമാർ ഉൾപ്പെടെ ഡോക്ടർ ഉൾപ്പെടെ അതിനകത്ത് പങ്കെടുത്തു. ഒരു സംശയം പോലും ഇല്ലാതെ ഉപയോഗിക്കാൻ പറ്റി എന്നുള്ളതിൽ വളരെ സന്തോഷം. നമ്മുടെ പ്രോഗ്രാമിന് പ്രത്യേകത തന്നെയാണ്. ജഡ്ജസ് ഇവിടെ ഒരു ഗൈഡൻസ് ആണ് കൊടുക്കുന്നത്. ജസ്റ്റ് വിലയിരുത്തുക എന്നതിലുപരി ഈ പഞ്ചായത്തുകൾക്കൊരു നിർദ്ദേശം കൂടി ഇവർ നൽകുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്കിനി മാർക്സ് അറിയാം. കണ്ണൻ സർ. എൻ്റെ മാർക്ക് 15-ൽ 12, 15-ൽ 11.5, 10-ൽ 7.5, 10-ൽ 7. അപ്പോൾ വട്ടിയൂർക്കാവ് പഞ്ചായത്തിന് 60-ൽ 45.5 മാർക്സാണ് ലഭിച്ചിരിക്കുന്നത്. ഹാപ്പിയാണോ? ഓക്കെ, എന്തായാലും പഞ്ചായത്ത് ഹാപ്പിയാണ്. പക്ഷെ നമ്മൾ ഇനി നമ്മളുടെ SMS കൂടിയാണ് ഇവർക്ക് ആവശ്യം.
പഞ്ചായത്തിന് SMS അയക്കേണ്ട ഫോർമാറ്റ് GKE സ്പേസ് VTKV സ്പേസ് 10 നിങ്ങൾ നൽകുന്ന മാർക്സ് 537252 എന്ന നമ്പറിലേക്ക് അയക്കുക. ഗ്രീൻ കേരള എക്സ്പ്രസിൽ ഇപ്പോൾ ചെറിയൊരു ബ്രേക്ക് എടുക്കുകയാണ്. ബ്രേക്കിന് ശേഷം മറ്റൊരു ഗ്രാമത്തിന്റെ കഥയുമായി വീണ്ടും കാണാം. വേണ്ട നമുക്കിനി രോഗങ്ങൾ വ്യാധികൾ, വേണ്ട വേണ്ടേ നമുക്കി കൊതുകിന്റെ താണ്ഡവം. വീടും പരിസരവും വൃത്തിയാക്കൂ, കൊതുകിന്റെ താവളങ്ങൾ നശിപ്പിക്കൂ, മാരക രോഗങ്ങളോട് വിട പറയൂ, വീണ്ടും ഒരു ദുരന്തമൊഴിവാക്കൂ. നാടിനെ നമ്മുടെ വീടായി കരുതണം, വൃത്തിയായി ഭംഗിയായി സൂക്ഷിക്കണം. രോഗം പരത്താത്ത മണ്ണിന്റെ മാറിലെ ആരോഗ്യമോടെ ജനങ്ങൾ വാഴൂ. എന്റെ കേരളം മാലിന്യമുക്തം. മാലിന്യമുക്തമായ ഒരു കേരളം ലക്ഷ്യമെങ്കിൽ വ്യക്തി ശുചിത്വം പോലെ സാമൂഹിക ശുചിത്വവും പാലിക്കണം. മാലിന്യമുക്ത കേരളത്തിനായി നമുക്ക് ഒരുമിച്ച് പ്രയത്നിക്കാം. എന്റെ കേരളം മാലിന്യമുക്തം. ഗ്രാമങ്ങൾ പരീക്ഷണശാലകളാണ്. കൃഷിയുടെയും തൊഴിലിന്റെയും പാചകത്തിന്റെയും ഒക്കെ സകല നാട്ടറിവുകളും കണ്ടെത്തിയത് ഈ പരീക്ഷണശാലകളിലാണ്. വികസനത്തിന്റെ പുത്തൻ ചിന്തകൾ മുളപൊട്ടുന്നതും ഇവിടുന്ന് തന്നെ. ഗ്രീൻ കേരള എക്സ്പ്രസിലേക്ക് സുസ്ഥിര വികസനത്തിന്റെ പുത്തൻ ആശയങ്ങളുമായി ഇന്ന് എത്തിയിരിക്കുന്നത് എറണാകുളം ജില്ലയിലെ പാമ്പാക്കുട ഗ്രാമപഞ്ചായത്താണ്. നമുക്ക് സ്വാഗതം ചെയ്യാം പാമ്പാക്കുടയെ ഈ വേദിയിലേക്ക്. നമ്മുടെ ജൂറി ഡോക്ടർ RVG മേനോൻ, ഡോക്ടർ വിനീത മേനോൻ, ശ്രീമതി നിർമ്മല സാനു ജോർജ്, ശ്രീ R ഹേലി, കൂടാതെ ഇന്ന് അതിഥിയായി മലയാളികളുടെ പ്രിയ താരം ശ്രീമതി കൽപ്പന. പാമ്പാക്കുട പഞ്ചായത്തിന്റെ പ്രതിനിധികൾ: പ്രസിഡന്റ് ശ്രീമതി PP സുധാദേവി, വൈസ് പ്രസിഡന്റ് ശ്രീമതി അമ്മിണി ജോർജ്, മെമ്പർ ശ്രീ MC കരുണാകരൻ നായർ, മെമ്പർ ശ്രീ TK അശോകൻ, CDS ചെയർപേഴ്സൺ ശ്രീമതി ലിസി ബെന്നി. പാമ്പാക്കുട ഒന്ന് പരിചയപ്പെടുത്തി തരാമോ? ജലസമൃദ്ധമായ ഉഴവൂർ തോടിന്റെയും പ്രകൃതിദത്ത വെള്ളച്ചാട്ടമായ അരീക്കൽ വെള്ളച്ചാട്ടത്തിന്റെയും സമ്പന്നത കൊണ്ട് സമൃദ്ധമായ ചെറിയ ഗ്രാമമാണ് പാമ്പാക്കുട. അതുപോലെ തന്നെ തിരുവിതാംകൂർ രാജകുടുംബ കൊട്ടാരത്തിലെ കൊട്ടാര ജ്യോത്സ്യനായിട്ടുള്ള നാരായണ ജ്യോത്സ്യന്റെ ജന്മനാട്. അതുപോലെ തന്നെ വടക്കൻകൂർ രാജവംശത്തിന്റെ വേനൽക്കാല വസതി കൂടിയായ ഓണക്കൂർ പ്രദേശം ഞങ്ങളുടെ ഗ്രാമത്തിലെ ചെറിയൊരു പ്രദേശമാണ്. കേരളത്തിന്റെ പുതിയ സാംസ്കാരിക നഭോമണ്ഡലത്തിലെ ശുക്രനക്ഷത്രമായിട്ടുള്ള ഓണക്കൂർ ജോർജ് സാറിന്റെ ജന്മം കൊണ്ട് സമ്പന്നമാണ് ഞങ്ങളുടെ നാട്. ഇന്ത്യയുടെ രാഷ്ട്രീയ ഭൂപടത്തിൽ മാത്രമല്ല, അതിനേക്കാൾ എല്ലാം അപ്പുറമായി കായിക ഭൂപടത്തിലേക്ക്, ലോകത്തിന്റെ തന്നെ കായിക ഭൂപടത്തിലേക്ക് ഇന്ത്യയുടെ യശസ് വലിച്ചുയർത്തിയ അർജുന അവാർഡ് ജേതാവ് സിനിമോൾ പൗലോസിന്റെയും ഒപ്പം തന്നെ സ്പോർട്സ് രംഗത്ത് അറിയപ്പെടുന്ന യുവ പ്രതിഭയായിട്ടുള്ള അനു മറിയം ജോസിനും ജന്മമേകിയ നാടാണ് പാമ്പാക്കുട. പാമ്പാക്കുടയുടെ ഗ്രാമകാഴ്ചകളിലേക്ക്. ഇത് പാമ്പാക്കുട, എറണാകുളം ജില്ലയുടെ കിഴക്കേ അതിരായ ഇവിടുത്തെ മുഖ്യ തൊഴിൽ കൃഷി തന്നെയാണ്. പൈനാപ്പിൾ കൃഷിക്ക് പേരുകെട്ട സ്ഥലം കൂടിയാണിത്. ഗ്രാമമധ്യത്തിലൂടെ ഒഴുകുന്ന ഉഴവൂർ തോട് ജലസേചന മേഖലയിൽ വഹിക്കുന്ന പങ്ക് ചെറുതല്ല. പാമ്പാക്കുട ഗ്രാമപഞ്ചായത്തിനെ കുറിച്ച് പറഞ്ഞാൽ എറണാകുളം ജില്ലയുടെ കിഴക്കേ അതിരായിട്ടാണ് ഈ ഗ്രാമപഞ്ചായത്ത് സ്ഥിതി ചെയ്യുന്നത്. ഇതൊരു കാർഷിക ഗ്രാമമാണ്. ഏതാണ്ട് 75% ആളുകൾ കൃഷിയെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. പിന്നെ ഒളിമ്പ്യന്മാരുടെയും കലാകാരന്മാരുടെയും സാഹിത്യകാരന്മാരുടെയും നാടും കൂടിയാണ്. നമ്മുടെ ഒളിമ്പ്യനായ അനു മറിയം ജോർജ്, അർജുന അവാർഡ് വിന്നറായ സിനി, പിന്നെ മാത്രമല്ല സാഹിത്യകാരനായ ജോർജ് ഓണക്കൂർ സാർ. അങ്ങനെ ഈ നാടിനെ അഭിമാനിക്കാൻ വ്യക്തികളുടെ ഒരു നീണ്ട നിര തന്നെയുണ്ട്. അരീക്കൽ വെള്ളച്ചാട്ടം
ഈ പഞ്ചായത്തിന്റെ